ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ കൂടെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദോശയുടെയും പുട്ടിന്റെയും കൂടെ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണിത്. എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഉള്ളി പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കിഴങ്ങ് അരിഞ്ഞു വെച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. പൊടികൾ ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇത് ചൂടാക്കി എടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പാകത്തിന് വെള്ളം ചേർത്ത് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കടല ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 വെളുത്തുള്ളി, ഒരു പട്ടയുടെ കഷ്ണം, പെരുംജീരകം, കുറച്ച് കറിവേപ്പില, വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം. കടല ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൽ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതുമല്ലെങ്കിൽ ഇതുപോലെ കറിയിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം കറി ഇറക്കി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.